ത്രില്ലർ റോളർ കോസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. പേര് പോലെ തന്നെ നമ്മൾ അടുക്കും തോറും അകന്നകന്നു പോകുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഒരു സിനിമ. ആസ് യൂഷ്വൽ ജിത്തു ജോസഫിൻ്റെതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ സ്റ്റോറി ടെല്ലിംഗ്. അതായത് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് അതായത് ഓരോന്നോരോന്ന് അൺഫോൾഡ് ചെയ്ത് വരുമ്പോഴും നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്തുന്നെന്ന് തോന്നും. പിന്നെ വീണ്ടും പുതിയത് അൺഫോൾഡ് ചെയ്ത് പോകുന്ന ഒരു പ്രതിഭാസം. റാഷ് എന്ന് പറയുന്ന പേരുമായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാള സിനിമയിൽ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ വേറെ ഉണ്ടാകത്തില്ല. എല്ലാ ഏരിയാസിൽ നോക്കിയാൽ, ഈവൻ ഈ സിനിമയുടെയൊക്കെ നെയിമിങ് എടുത്ത് നോക്കിയാൽ, ഈ സിനിമ മിറാഷ്, അതുപോലെ ദൃശ്യം, പിന്നെ കൂമൻ, ഇതൊക്കെ വളരെ ഒരു മൂവിയായിട്ട് ഒത്തിരി റിലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പേരാണ്. എല്ലാ സിനിമയ്ക്കും അങ്ങനെ പേര് തന്നെ ആയിരിക്കും. പക്ഷേ എങ്കിൽ ഈ ഇദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു നെയിമിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിലിംഗ് ഉണ്ട്. സോ അപ്പോൾ ഇതിന്റെ റൈറ്റർ ജിത്തു ജോസഫ് ഉണ്ട്, അപർണ ആർ തറക്കാട്, ശ്രീനിവാസ് സബ്രോൾ. ഓക്കെ, അപർണ ബാലമുരളി, ആസിഫ് അലി, കൂമനിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു ആക്ട്രസ് അതിനകത്തുണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ ഒത്തിരി പണിപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കുറേ അഭ്യൂഹങ്ങൾ നിറഞ്ഞ ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ കുറേ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് നിഗൂഢതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പലപ്പോഴും ഇതാണ് ക്യാരക്ടർ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും പിന്നെ അണ്ടർലൈൻ കുറച്ച് ലേയേഴ്സ് ഒക്കെ ഉള്ളൊരു കഥാപാത്രമാണ്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അപർണ ബാലമുരളിയും ആസിഫുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ. ആസിഫിൻ്റെതും ഒത്തിരി ടഫായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതേസമയം ഈ സിനിമയ്ക്കകത്ത് എനിക്ക് കുറച്ചൊരു അപാകത എനിക്ക് ഫീൽ ചെയ്തത്, ഞാനിതിപ്പോൾ ഒരു നെഗറ്റീവ് പറയല്ല, പക്ഷേ എങ്കിലും ഇതിനകത്ത് തമിഴരായിട്ടുള്ള 2 ക്യാരക്ടേഴ്സ്, കോയമ്പത്തൂരിലാണ് ഈ സിനിമ നടക്കുന്നത്. അപ്പോൾ അവിടെ ഉള്ള ഒരു 2 കഥാപാത്രങ്ങൾ, അതിലൊരു ഗുണ്ടായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ, അദ്ദേഹത്തിന് ഒത്തിരി സംഭവം ഈ സിനിമയ്ക്കകത്തുണ്ട്. പുള്ളി ഒരു സൈലൻസർ ഗണ്ണൊക്കെ ആയിട്ട്. ഞാനിപ്പോൾ ആ ക്യാരക്ടർ കൺവിൻസിങ് അല്ല എന്ന് പറയല്ല, പക്ഷെ എങ്കിലും എവിടെയൊക്കെയോ ആ ഒരു ക്യാരക്ടറിന് ഒരു സ്ട്രെങ്ത് ഇല്ലാത്തതാണ് ഫീൽ ചെയ്തു. മേ ബി ജിത്തു ജോസഫിന്റെ സിനിമകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ വളരെ ഒരു റോ ഫോമാറ്റാണ്, പ്രത്യേകിച്ച് ഒരു ഓവർ ദ ടോപ്പ് പരിപാടിയൊന്നുമില്ല. വളരെ ഒരു നാച്ചുറൽ വേയിലാണ് അദ്ദേഹം കഥ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ക്യാരക്ടറിനെയൊക്കെ കുറച്ചൊന്ന് ഒരു ഗ്രാവിറ്റി കുറച്ച് പിടിച്ചിരിക്കുന്നത്. എന്തായാലും അവിടെയൊക്കെ കുറച്ചൊരു ചെറിയ അപാകതകൾ എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് അതൊന്നും ഒരു കുറ്റമൊന്നുമല്ല. എന്തെങ്കിലും കുറ്റം പറയാനാണെന്നുണ്ടെങ്കിൽ അത് മാത്രമേ എനിക്ക് ഒരു കുറ്റമായിട്ട് പറയാനുള്ളൂ. ബാക്കിയെല്ലാം ഒന്നിനൊന്ന് മെച്ചം. പിന്നെ ഇതിന്റെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന ഒരു പുതിയ ആളാണ്. ഞാൻ അങ്ങനെ പേരൊന്നും കേട്ടിട്ടുള്ള അല്ല. തിയേറ്ററിൽ എഴുതി കാണിച്ചപ്പോഴും ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. കമ്പോസർ വിഷ്ണു ശ്യാം വേറെ ഏതെങ്കിലും സിനിമകളിൽ കേട്ടിട്ടുണ്ടോ? അതായത് ഇതിനകത്ത് ഭയങ്കര ഹെവി സംഭവങ്ങളൊന്നും അല്ല. അത് പൊതുവേ ജിത്തു ജോസഫിന്റെ സിനിമകളിലൊക്കെ വളരെ ഒരു മീറ്റർ പിടിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ തന്നെയാണ് പുള്ളി ചെയ്യുന്നത്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ഇതൊരു വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. അത് സാധാരണ നമ്മൾ ജിത്തു ജോസഫ് സിനിമകളിൽ കണ്ടുവരുന്ന ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് അറേഞ്ച്മെന്റ് അല്ല, കുറച്ചും കൂടി ഒരു വ്യത്യാസം തോന്നി. അത് സിനിമയെ ഒത്തിരി കോംപ്ലിമെന്റ് ചെയ്യുന്നു. അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമല്ല, ഇതിന്റെ സിനിമാറ്റോഗ്രാഫി, സതീഷ് കുറുപ്പ്, അതുപോലെ എഡിറ്റിങ്ങും, ഇത് രണ്ടും നമ്മൾ സാധാരണ മലയാള സിനിമകളിൽ കാണുന്ന രീതിയിലുള്ളൊരു, ഇതിനപ്പുറത്തേക്ക് കുറച്ചും കൂടെ ഒരു പെർഫെക്ഷനിൽ ഓരോ ഷോർട്ട് ഡിവിഷൻസ് ആയിരുന്നാലും എല്ലാം ഭയങ്കര രസമുണ്ടായിരുന്നത്. ബാക്കി ഓവറോൾ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അത് മെയിനായിട്ട് ഈ സിനിമ തുടങ്ങി, ഞാൻ പറഞ്ഞില്ലേ, തുടക്കം മുതൽ അവസാനം വരെ നമ്മളിങ്ങനെ ഒരു സീറ്റഡ്ജ് സംഭവം ഈ സിനിമ തരുന്നുണ്ട്. അത് തിരക്കഥയുടെ ഒരു പവറാണ്. അത് ക്യാരക്ടേഴ്സിലൂടെ അങ്ങനെ പ്രൊപ്പൽ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നല്ല ആ ഒരു സീറ്റഡ്ജും അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളെ ഒളിഞ്ഞിരിക്കുന്ന കുറെ സംഭവങ്ങളും ഒക്കെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്ത്. അതായത് സിനിമ തുടങ്ങി ആദ്യമേ തന്നെ സിനിമയായിട്ട് അങ്ങ് കണക്ട് ആയി. എന്നിട്ട് ഈ 2-2.5 മണിക്കൂർ എങ്ങനെ പോയെന്നുള്ളത് അറിഞ്ഞില്ല. സിനിമയിൽ നമ്മൾ അത്രയും ഇൻവോൾവ് ആയി. അത് ജിത്തു ജോസഫിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈലിന്റെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ പല സിനിമകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വൺ അമംഗ് ദ ബെസ്റ്റ് മൂവി എന്ന് എനിക്ക് ഫീൽ ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മൂവിക്ക് ഔട്ട് ഓഫ് 10 തന്നെ റേറ്റ് ചെയ്യാണ്. പിന്നെ ഞാൻ കൂടുതലൊന്നും ഈ സിനിമയെ കുറിച്ച് പറയുന്നില്ല, കാരണം ഇതൊരു ത്രില്ലറാണ്. എന്ത് പറഞ്ഞാലും ചിലപ്പോൾ അത് സ്പോയിലർ ആയിപ്പോ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ അതിനകത്തോട്ട് കിടക്കുന്നില്ല. അപ്പോൾ മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you for watching and thank you for supporting me.